നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് BSNL സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനിമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്കുള്ള അഡ്വാൻസ് നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ അവർ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ കൂട്ടുകാർ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം മെയിൻ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് BSNL ആണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നേരിട്ടുള്ള നിയമനമായിരിക്കും. റിട്ടേൺ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മെയിൻ സെലക്ഷൻ. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ റിട്ടേൺ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വഴിയായിരിക്കും ഫൈനൽ സെലക്ഷൻ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനി ടെലികോം സ്ട്രീമില് 95 വേക്കൻസികളുണ്ട്. അതുപോലെ സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനി ഫിനാൻസ് സ്ട്രീമില് 25 വേക്കൻസി. അങ്ങനെ ആകെ 120 വേക്കൻസികളാണ് ഇപ്പൊ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അത് ടെൻഡേറ്റീവ് ആണ്, വേരി ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റിസർവേഷൻ ഒക്കെ നോക്കിയായിരിക്കും ഫൈനൽ സെലക്ഷൻ നടത്തുക എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് മെയിനായിട്ട് 24,900 മുതൽ 50,500 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. പ്രായപരിധി പറഞ്ഞിട്ട് 21 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. അതായത് ഡീറ്റെയിൽസ് എന്ന് ഡേറ്റ് അതിന്റെ എന്ന് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം പിന്നീട് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് കണ്ടുകൂടെ നമുക്ക് നോക്കാം. ഇതിലേക്ക് 2 സ്ട്രീം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തേത് ടെലികോം ഓപ്പറേഷൻ സ്ട്രീമിലാണ്. അതിലേക്ക് ബിടെക് ആണ്. 60% മാർക്കുള്ള ബിടെക് ബിരുദമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ വിവിധ ബ്രാഞ്ചുകളിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റ്, ഈ ബ്രാഞ്ചുകളിലൊക്കെ ബിടെക് ബിരുദം 60% മാർക്കോടെ പാസ്സായവർക്ക് അപേക്ഷിക്കാൻ, അല്ലെങ്കിൽ ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയാലും ഡിസിപ്ലിൻ ആണെങ്കിലും അവർക്കും അപേക്ഷിക്കാൻ കഴിയും എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സ്ട്രീം എന്നുള്ളത് ഫൈനാൻസ് സ്ട്രീമാണ്. അതിലേക്ക് വേണ്ടി CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ CMA കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി, ഇത് രണ്ടിലേതിൽ ഒരെണ്ണം പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അതുപോലെ ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല, കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും അംഗീകാരമുള്ള സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതേക്കുറിച്ചുള്ള എങ്ങനെയാണ് എക്സാമിനേഷന്റെ ഷെഡ്യൂള്, അതേപോലെ സ്കീം എങ്ങനെയാണ്, അപേക്ഷാ ഫീസ് എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും എക്സാമിനേഷൻ ഡേറ്റും ഒക്കെ പിന്നീട് പബ്ലിഷ് ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ താല്പര്യമുള്ളവർ നേരിട്ട് നിങ്ങൾ BSNL വെബ്സൈറ്റ് www.bsnl.co.in അല്ലെങ്കിൽ www.externalexam.bsnl.co.in എന്ന സൈറ്റിൽ കോൺടാക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപേക്ഷാ ഫീസ് പറഞ്ഞിട്ടുണ്ട്. അപേക്ഷാ ഫീസ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ നേരത്തെ പഴയത് 1000 രൂപയായിരുന്നു ഫീസ്. SC/SC കാരായാലും ഡിസബിലിറ്റികൾക്കും 500 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ താല്പര്യമുള്ള ഒരു അവസരം പരമാവധി എടുത്ത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥിര നിയമനമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള ഒരു സ്ഥാപനമാണ് BSNL എന്നുള്ളത്. കേരളത്തിലും വേക്കൻസികളുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ വേക്കൻസികൾ പ്രതീക്ഷിക്കാം. എന്തായാലും കേരളത്തിൽ ജോലി ചെയ്യാൻ അവസരം കുറെ പേർക്ക് എന്തായാലും ലഭിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വീഡിയോ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടില്ലെന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.